യൂറോ കപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡിന് സൂപ്പർ തുടക്കം. സ്വിറ്റ്സർലാൻഡ് ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ അപരാജിതരായി എത്തിയ ഹംഗറിയെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ജയത്തോടെ ഗ്രൂപ്പിൽ സ്വിറ്റ്സർലാൻഡ് രണ്ടാമതെത്തി. ജർമ്മനിയാണ് ഒന്നാമത്. ഷാക്കിരിയെ ബെഞ്ചിലിരുത്തി മൈതാനത്തിറങ്ങിയ സ്വിറ്റ്സർലാൻഡ് തുടക്കം മുതൽ തന്നെ ആക്രമണ ഫുട്ബോളാണ് പുറത്തെടുത്തത്. 12-ാം മിനിറ്റിൽ തന്നെ ലക്ഷ്യവും കണ്ടു. സ്ട്രൈക്കർ ക്വാഡ ദുവയാണ് സ്വിസ് പടയ്ക്ക് ലീഡ് സമ്മാനിച്ചത്. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് എബിഷർ നൽകിയ ത്രൂ ബോൾ സ്വീകരിച്ച് ദുവ അനായാസം വലകുലുക്കി. റഫറി ഓഫ്സൈഡ് വിളിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഓഫ്സൈഡ് അല്ലെന്ന് കണ്ടെത്തിയതോടെ ഗോൾ അനുവദിച്ചു. ഗോൾ നേടിയ ശേഷവും മുന്നേറ്റം തുടർന്ന സ്വിറ്റ്സർലാൻഡ് ആദ്യ പകുതിയുടെ അവസാനം ലീഡ് 2 ഉയർത്തി. ആദ്യ ഗോളിന് വഴിയൊരുക്കിയ എബിഷർ ഇത്തവണ ഗോൾ പട്ടികയിൽ ഇടം കണ്ടെത്തി. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് ഉഗ്രൻ ഷോട്ടിലൂടെയാണ് താരം വലകുലുക്കിയത്. രണ്ടാം പകുതിയിൽ തിരിച്ചടി ലക്ഷ്യമിട്ട് ഹംഗറി ഉണർന്നു കളിച്ചു. നിരവധി അവസരങ്ങളും സൃഷ്ടിച്ചു. 66 മിനിറ്റിൽ ഹംഗറിയുടെ മറുപടി ഗോളെത്തി. ഇടതുവിങ്ങിൽ നിന്ന് ഡൊമിനിക് സോബ്സ്ലായി നൽകിയ ക്രോസിൽ തലവെച്ച് ബർണബാസ് വർഗിയാണ് ഹംഗറിക്കായി ഗോളടിച്ചത്. ഗോൾ വീണതിന് പിന്നാലെ സ്വിസ് പടയും മുന്നേറ്റം ശക്തമാക്കി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സ്വിറ്റ്സർലാൻഡ് 3-ാം ഗോളും നേടി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. പകരക്കാരനായി എത്തിയ എംബോളയാണ് ഗോൾ നേടിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.